ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. മെയ് മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയ് 13 തൊട്ട് മെയ് 19 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിന് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ നോക്കിയാൽ മതി, അതിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മെയ് മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം, വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് എലിഫന്റ്സ് ഇൻ ദ വേൾഡ്? വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് എലിഫന്റ്സ് ഇൻ ദ വേൾഡ്? അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം. പുതിയൊരു കണക്കെടുപ്പില് ലോകത്തെ ഏറ്റവും കൂടുതൽ ആനയുള്ള രാജ്യം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ബോട്സ്വാന. പേരിൽ തന്നെ ആനയുള്ള ബോട്സ്വാനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആനയുള്ള രാജ്യം. പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആനയുള്ള രാജ്യം ബോട്സ്വാന. 1.3 ലക്ഷം ആനകളാണ് ബോട്സ്വാനയിലുള്ളത്. ആഫ്രിക്കയിലെ മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കർശന വന്യജീവി സംരക്ഷണ നിയമങ്ങളുള്ളതാണ് ബോട്സ്വാനയിൽ ആനകളുടെ എണ്ണം ക്രമാതീതമായി കൂടാൻ വഴിവെച്ചിരിക്കുന്നത്. ആനക്കൊള്ളക്കാരെ കണ്ടാലുടൻ വെടിവെച്ച് കൊല്ലാൻ സുരക്ഷാ ജീവനക്കാർക്ക് അനുമതി നൽകുന്ന നിയമം 2013 ബോട്സ്വാനയിൽ പാസാക്കിയിരുന്നു. 2014 ആനവേട്ട നിരോധിച്ചിരുന്നെങ്കിലും എണ്ണം ക്രമാതീതമായി കൂടിയതോടെ 2019 നിരോധനം നീക്കുകയാണ് ഉണ്ടായത്. 1960കളിൽ 10,000-ഓളം മാത്രമായിരുന്നു ബോട്സ്വാനയിലെ ആനകളുടെ എണ്ണം. 90കളിൽ തന്നെ 80,000-ലെത്തിയിരുന്നു. ഗ്രാമങ്ങളിലെ ആനക്കൂട്ടങ്ങൾ മനുഷ്യരുടെ ജീവനും സ്വത്തിനും വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആളുകളെയും കന്നുകാലികളെയും കൊല്ലുന്നതും വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ചില ഗ്രാമങ്ങളിൽ മനുഷ്യരെക്കാൾ കൂടുതൽ ആനകളാണെന്നുള്ളതാണ് പുതിയൊരു കണക്ക് കേട്ടോ. ഈ ആനക്കൂട്ടം ആ രാജ്യത്തിന് ഇപ്പോൾ വലിയൊരു തലവേദനയാണ്. അപ്പൊ ആ ആന തലവേദന തീർക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് ഇഷ്ടം പോലെ ആനകളെ സമ്മാനമായി നൽകുകയാണ് ബോട്സ്വാന. 2023 അയൽ രാജ്യമായ അങ്കോളയ്ക്ക് മാത്രം 8,000 ആനകളെയാണ് ബോട്സ്വാന നൽകിയത്. 2022 മൊസാംബിക്കിന് 500 ആനകളെയും നൽകിയിരുന്നു. ആനവേട്ടയ്ക്ക് കൊല്ലുന്ന ഓരോ ആനയ്ക്കും $50,000. $50,000 എന്ന് പറയുമ്പോൾ ഏകദേശം $41.64 ലക്ഷം രൂപ വരും. അപ്പോൾ $50,000 വീതം വിനോദസഞ്ചാരികളിൽ നിന്നും ഈടാക്കുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാണെന്നും സർക്കാർ പറയുന്നുണ്ട്. ഇതിലൂടെ 2021 $50 ലക്ഷം ബോട്സ്വാന സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിയെന്നാണ് കണക്ക്. ഇനി ബോട്സ്വാന എന്ന രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ താരതമ്യേന മെച്ചപ്പെട്ട ബഹുകക്ഷി ജനാധിപത്യം നിലവിലുള്ള രാഷ്ട്രമാണ് ബോട്സ്വാന. 1966 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. 1966 വനത്തിനുള്ളിലെ സഫാരി അധിഷ്ഠിത വിനോദസഞ്ചാരവും വജ്രഖനനവുമാണ് പ്രധാന വരുമാന മാർഗം. ലോകത്തെ ഏറ്റവും വലിയ വജ്ര ഉൽപാദന രാജ്യവും ഇത് തന്നെയാണ്, ബോട്സ്വാന തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ വജ്ര ഉൽപാദന രാജ്യം കൂടിയാണ് ബോട്സ്വാന. ഗബറോൺ ആണ് തലസ്ഥാനം. ക്യാപിറ്റൽ ഏതാണ്? ഗബറോൺ ആണ്. 5.81 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലുപ്പം. ഏകദേശം നമ്മുടെ മധ്യപ്രദേശും ഉത്തർപ്രദേശും ചേർന്നാലുള്ളതാണ് 5.81 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അത്രമാത്രമാണ് ബോട്സ്വാനയുടെ വലുപ്പം. ജനസംഖ്യ 26 ലക്ഷം. പക്ഷെ ജനങ്ങളെക്കാളും കൂടുതൽ അവിടെ ആനകളാണെന്നാണ് അല്ലേ നമ്മുടെ കണക്കെടുപ്പ്. പിന്നെന്താണ് പറയാനുള്ളത്? ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ, അങ്കോള, സാംബിയ എന്നിവരാണ് അയൽ രാജ്യങ്ങൾ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ബോട്സ്വാനയെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ടു ബിക്കം ദ കോ-ചെയർ ഓഫ് ദ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻസ് ന്യൂ FIH അത്ലറ്റിക്സ് കമ്മിറ്റി? ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ടു ബിക്കം ദ കോ-ചെയർ ഓഫ് ദ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻസ് ന്യൂ FIH അത്ലറ്റിക്സ് കമ്മിറ്റി? രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ FIH അതിന്റെ അത്ലറ്റിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് PR ശ്രീജേഷ് അല്ലെ. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ FIH അത്ലറ്റിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി മലയാളി താരം PR ശ്രീജേഷിനെയാണ് തെരഞ്ഞെടുത്തത്. 2 അധ്യക്ഷരുടെ ഒഴിവിലേക്കാണ് പുരുഷ വിഭാഗത്തിൽ ശ്രീജേഷിനെയും വനിതകളിൽ ചിലെ താരം കാമില കാരമിനെയുമാണ് നിയമിച്ചിരിക്കുന്നത്.
ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ താരം FIH സമിതിയുടെ അധ്യക്ഷ പദവിയിലെത്തുന്നത്. അതൊരു മലയാളി കൂടിയാണ് അല്ലെ. താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ FIH എക്സിക്യൂട്ടീവ് ബോർഡിന് മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണ് കമ്മിറ്റിയുടെ പ്രധാന ദൗത്യം. മൂന്നാമത്തെ ചോദ്യം, വെൻ ഈസ് വേൾഡ് ഹെൽത്ത് ഡേ ഒബ്സർവ്ഡ് എവറി ഇയർ? എന്താണ് വേൾഡ് ഹെൽത്ത് ഡേ? എന്നാണ്? റൈറ്റ് ആൻസർ ഈസ് ഏപ്രിൽ 7. വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ്? ഏപ്രിൽ 7-നാണ്. എന്താണ് വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം? എന്താണ്? മൈ ഹെൽത്ത് മൈ റൈറ്റ്. വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്താണ്? മൈ ഹെൽത്ത് മൈ റൈറ്റ് അല്ലെ. അപ്പൊ വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7-നാണ് നമ്മൾ പറഞ്ഞു. നാഷണൽ മേരിടൈം ഡേ എന്നാണ്? നാഷണൽ മേരിടൈം ഡേ എന്നാണ്? നാഷണൽ മേരിടൈം ഡേ ഏപ്രിൽ 5-നാണ്. അതിന്റെ തീം എന്താണ്? നാഷണൽ മേരിടൈം ഡേയുടെ തീം എന്താണ്? നേവിഗേറ്റിംഗ് ദ ഫ്യൂച്ചർ സേഫ്റ്റി ഫസ്റ്റ്. നേവിഗേറ്റിംഗ് ദ ഫ്യൂച്ചർ സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ളതാണ് ഏതിന്റെ തീം? ഏതിന്റെ തീം? നാഷണൽ മേരിടൈം ഡേയുടെ തീം. അപ്പൊ നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7-നാണെന്ന് പറഞ്ഞു. നാഷണൽ മേരിടൈം ഡേ എന്നാണെന്ന് പറഞ്ഞു. നമ്മൾ ഏപ്രിൽ 5-ആന്ന് പറഞ്ഞു. അപ്പൊ ഏപ്രിൽ 7-ഉം ഏപ്രിൽ 5-ഉം കഴിഞ്ഞു. ഇനി അടുത്തത് ഏപ്രിൽ 4-നാണ് ഇന്റർനാഷണൽ മൈൻ അവയർനെസ് ഡേ. ഇന്റർനാഷണൽ മൈൻ അവയർനെസ് ഡേ എന്നാണ്? ഏപ്രിൽ 4-നാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഫാനിഗിരി ബുദ്ധിസ്റ്റ് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഫാനിഗിരി ബുദ്ധിസ്റ്റ് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ഫാനിഗിരി ബുദ്ധിസ്റ്റ് സൈറ്റ് ഉള്ളത്? ഏത് സൈറ്റിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ്? റൈറ്റ് ആൻസർ ഈസ് തെലങ്കാന. ഫാനിഗിരി ബുദ്ധിസ്റ്റ് സൈറ്റ് ഏത് സ്റ്റേറ്റിലാണുള്ളത്? തെലങ്കാനയിലാണുള്ളത് അല്ലെ. തെലങ്കാനയുടെ പ്രത്യേകത എന്താണ്? ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് തെലങ്കാന. അവസാനമായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? തെലങ്കാന തന്നെയാണ്. ഇന്ത്യയുടെ 29ാമതായി നിലവിൽ വന്ന സംസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനവും ഏത് തന്നെയാണ്? തെലങ്കാന തന്നെയാണ്. വലിപ്പത്തിൽ 11ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും ജനസംഖ്യയിൽ 12ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? തെലങ്കാന തന്നെയാണ്. ബിരുദതലത്തിൽ ജെൻഡർ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് തെലങ്കാനയാണ്. ബിരുദതലത്തിൽ ജെൻഡർ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് തെലങ്കാനയാണ്. ഇലക്ട്രോണിക് മോട്ടോർ ഇൻഷുറൻസ് പോളിസി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? തെലങ്കാന തന്നെയാണ്. ഇലക്ട്രോണിക് മോട്ടോർ ഇൻഷുറൻസ് പോളിസി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും തെലങ്കാന തന്നെയാണ്. ജയിൽ സന്ദർശകർക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ്. തെലങ്കാന രൂപീകരിച്ച വർഷം 2014 ജൂൺ 2-നാണ്. തലസ്ഥാനം ഹൈദരാബാദാണ്. തലസ്ഥാന ഹൈക്കോടതി ഹൈദരാബാദിലാണ്. സംസ്ഥാന മൃഗം മാൻ, ജിൻക എന്നാണ് അവിടെ പറയാം. സംസ്ഥാന പക്ഷി പനങ്കാക്ക. സംസ്ഥാന വൃക്ഷം ജാമി. പനങ്കാക്കിനെ നമ്മൾ ഇന്ത്യൻ റോളർ എന്ന് പറയുന്നുണ്ട്. സംസ്ഥാന പുഷ്പം ആവര. എത്ര ജില്ലകളാണ് അവിടെ ഉള്ളത്? 31 ജില്ലകളാണ്. നമ്മൾ പറഞ്ഞു തെലങ്കാന രൂപീകരിച്ച വർഷം 2014 ജൂൺ 2-നാന്ന് പറഞ്ഞു. തെലങ്കാന സംസ്ഥാനം രൂപവൽക്കരിക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അനുമതി നൽകിയത് 2013 ജൂലൈ 30-നാണ്. അപ്പൊ 2013 ജൂലൈ 30-നാണ് തെലങ്കാന സംസ്ഥാനം രൂപവൽക്കരിക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അനുമതി നൽകിയത്. രൂപീകരിച്ച വർഷം 2014 ജൂൺ 2-നാണ്. തെലങ്കാന ബിൽ ലോക്സഭ പാസാക്കിയത് 2014 ഫെബ്രുവരി 18-നും രാജ്യസഭ പാസാക്കിയത് 2014 ഫെബ്രുവരി 20-നുമാണ്. രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2014 മാർച്ച് 1-നാണ്. ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനമായി തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് 2014 ജൂൺ 2-നാണ് അല്ലെ. അപ്പൊ ഏതൊക്കെ ഡേറ്റുകളാണ് ഓർത്തു വെക്കേണ്ടത്? 2013 ജൂലൈ 30, 2014 ഫെബ്രുവരി 18, 2014 ഫെബ്രുവരി 20, 2014 മാർച്ച് 1, ജൂൺ 2 അല്ലെ. 2013 ജൂലൈ 30 അത് മാത്രമാണ്, ആ വർഷത്തിൽ മാത്രമാണ് എന്ത് തെലങ്കാന സംസ്ഥാനം രൂപവൽക്കരിക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അനുമതി നൽകിയത്. ബാക്കി എല്ലാതും 2014-ലാണ്. ഫെബ്രുവരി 18, ഫെബ്രുവരി 20, മാർച്ച് 1, മാർച്ച് ജൂൺ 2. പിന്നെ പറയാനുള്ളത്, പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ച് പരിഹരിക്കുന്നതിന് ജനഹിത എന്ന പേരിൽ വെബ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമായ തെലങ്കാനയാണ്. ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി സൗഹൃദ പാലം പണികഴിപ്പിച്ച സംസ്ഥാനവും തെലങ്കാന തന്നെയാണ്. ഭിന്നശേഷിക്കാർക്കുള്ള രാജ്യത്തെ ആദ്യ IT ക്യാമ്പസ് നിലവിൽ വന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? തെലങ്കാന തന്നെ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, ഹു ഹാസ് ബീൻ ഇലക്ടഡ് ആസ് ദ മേയർ ഓഫ് ലണ്ടൻ? ലണ്ടനിലെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹു ഹാസ് ബീൻ ഇലക്ടഡ് ആസ് ദ മേയർ ഓഫ് ലണ്ടൻ?
ആരാണ്? റൈറ്റ് ആൻസർ ഈസ് സാദിഖ് ഖാൻ. തുടർച്ചയായി 3-ാം തവണയും ലണ്ടൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട് ചരിത്രം എഴുതിയിരിക്കുകയാണ് സാദിഖ് ഖാൻ. 89 ലക്ഷം ജനസംഖ്യയുള്ള ലണ്ടൻ നഗരത്തിന്റെ മേയർ പദവിയിൽ ഒരാൾ 3 തവണ എത്തുന്നത് ആദ്യമായിട്ടാണ്. 8 വർഷം ലണ്ടൻ മേയറായിരുന്ന മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന് ശേഷം 2016 സാദിഖ് ഖാൻ ആദ്യമായി മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനു മുൻപ് 11 വർഷം ദക്ഷിണ ലണ്ടനിലെ ടൂട്ടിംഗ് മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായിരുന്നു. ലേബർ പാർട്ടി അംഗമായ സാദിഖ് കൺസർവേറ്റീവ് പാർട്ടിയുടെ സൂസൻ ഹാളിനെ 2.76 ലക്ഷം വോട്ടിനാണ് മേയർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ മകനായ സാദിഖ് അമാൻ ഖാൻ 1970 ഒക്ടോബർ 8 ടൂട്ടിങ്ങിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് അമാനുലയും മാതാവ് സെഹ്റാനും 1960കളുടെ 2ാം പകുതിയിലാണ് പാകിസ്ഥാനിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറുന്നത്. ലണ്ടനിൽ ബസ് ഡ്രൈവറായി ജോലി ചെയ്ത അമാനുള്ള വളരെ പരിമിത സാഹചര്യങ്ങളിലും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസമാണ് നൽകിയത്. 7 സഹോദരന്മാരും 1 സഹോദരിയുമായിരുന്നു സാദിഖിന്. ചെറുപ്പത്തിലെ ബോക്സിംഗ് പരിശീലിച്ച സാദിഖിന് 2 സഹോദരങ്ങളും ബോക്സിംഗ് പരിശീലകരായിരുന്നു. നോർത്ത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടി സാദിഖ് അഭിഭാഷക പ്രാക്ടീസ് ആരംഭിച്ചു. മനുഷ്യാവകാശത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. 15-ാം വയസ്സിൽ സാദിഖ് ലേബർ പാർട്ടി അംഗമാകുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് മാർഗരറ്റ് താച്ചർ ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1994 ടൂട്ടിങ്ങിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ജയിച്ച് മേഖലാ കൌൺസിലറായതോടെയാണ് സാദിഖ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. 6-ാമത്തെ ചോദ്യം, റീസെന്റ് വിച്ച് കൺട്രി ഡെവലപ്ഡ് ദ വേൾഡ് മോസ്റ്റ് പവർഫുൾ ലേസർ? റീസെന്റ് വിച്ച് കൺട്രി ഡെവലപ്ഡ് ദ വേൾഡ് മോസ്റ്റ് പവർഫുൾ ലേസർ? The right answer is Romania. Romania is the country developed the world most powerful laser. അടുത്ത ചോദ്യം, 7-ാമത്തെ ചോദ്യം, recently President of India launched India's first home-grown gene therapy for cancer at which place? Recently, President of India launched India's first home-grown gene therapy for cancer at which place? The right answer is IIT Bombay. അടുത്ത ചോദ്യം, 8-ാമത്തെ ചോദ്യം, Cadia wheat recently got a GI tag belongs to which state? Cadia wheat recently got a GI tag belong to which state? ഏതാണ് റൈറ്റ് ആൻസർ? The right answer is Uttar Pradesh. Cadia wheat recently got a GI tag belongs to which state? Uttar Pradesh. ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകൾ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ബ്രഹ്മർഷി ദേശം, മധ്യദേശം. മധ്യദേശം എന്ന് പറയുമ്പോൾ മധ്യപ്രദേശ് എന്ന് വിചാരിക്കരുത്. ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകൾ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. ഏറ്റവും ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ആര്യവത്തം എന്ന പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന സംസ്ഥാനവും അത് ഉത്തർപ്രദേശ് തന്നെയാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെറുകിട യൂണിറ്റുകളുള്ള സംസ്ഥാനവും ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ചെറുകിട യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. യുണൈറ്റഡ് പ്രൊവിൻസ്. അടുത്ത ചോദ്യം, 9-ാമത്തെ ചോദ്യം, നൈസസ് പ്രോഗ്രാം റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് ഓപ്പറേറ്റഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? നൈസസ്, NICES അല്ലെ. നൈസസ് പ്രോഗ്രാം റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് ഓപ്പറേറ്റഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? ദ റൈറ്റ് ആൻസർ ഈസ് ISRO. ISRO ഈസ് ഓപ്പറേറ്റഡ്, അല്ലെങ്കിൽ നൈസസ് പ്രോഗ്രാം ഈസ് ഓപ്പറേറ്റഡ് ബൈ ISRO. അവസാനത്തെ ചോദ്യം, 10-ാമത്തെ ചോദ്യം, what is the theme of World Autism Awareness Day 2024? What is the theme of World Autism Awareness Day 2024? എന്താണ് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ 2014 തീം? എന്താണ്? എംപവറിംഗ് ഓട്ടിസ്റ്റിക് വോയിസസ്. എംപവറിംഗ് ഓട്ടിസ്റ്റിക് വോയിസസ് ഇസ് ദ തീം ഓഫ് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ 2024.
ഓക്കെ, അപ്പോൾ നമ്മൾ മെയ് മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.